ഞാനും ഷബീറിലേക്ക് വീണു. ഷബീർ, നേരത്തെ പറഞ്ഞ അൻവർ വിചാരിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് രാഷ്ട്രീയമായി. അതിൽ അദ്ദേഹത്തിന്റെ വഴി അദ്ദേഹം ഇന്ന് ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായും ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഘട്ടത്തിൽ തന്നെ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അൻവറിനോടൊരു തുറന്ന സമീപനം KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, ലീഗ് നേതാക്കളെല്ലാം തന്നെ സ്വീകരിച്ചു. ഈ സമീപനത്തോട് അതേ രീതിയിൽ തന്നെയായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് UDFുമായുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും, അത് പിന്നീടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ PV അൻവർ നിലപാടെടുത്തത് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ VD സതീശൻ നയിക്കുന്ന UDFിലേക്ക് താനില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം നിലപാട് മാറ്റുന്നു, നയം മാറ്റുന്നു. അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരു പ്രശ്നവുമില്ല, VD സതീശനോട് ആ നിലയ്ക്ക് ഒരു പ്രശ്നവുമില്ല. ഈ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില തർക്കങ്ങളുണ്ടായി, തനിക്ക് ഒരു വിശ്വാസവഞ്ചന അനുഭവപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണം മാത്രമാണ് VD സതീശനെതിരെ നടത്തിയതെന്നാണ് അൻവർ പ്രതികരിച്ചത്. അതിനർത്ഥം അതോടൊപ്പം തന്നെ PV അൻവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറാണ്. പിണറായി സത്തിനെതിരായ പോരാട്ടമാണ് തന്റെ ലക്ഷ്യം. ആ വിഷയത്തിൽ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. UDFുമായി സഹകരിക്കുന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല.